ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു കുഞ്ഞു വ്ലോഗായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ മതിലിൻ്റെ പണി നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെയാണ്. ഇവിടെ കുറച്ച് റെനോവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിൽ കുറച്ച് ഓടൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് OETയുടെ ക്ലാസ് ഉണ്ട്, അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ കാണിക്കാം. പിന്നെ ഈ കുഞ്ഞൂസിനെ കണ്ടോ, ഇപ്പം 3-4 ദിവസമായി കേട്ടോ. അതിൻ്റെ അമ്മ പൂച്ചയങ്ങ് ചത്തുപോയി. ഫുഡ് കഴിക്കാറൊന്നും ആയില്ല. അപ്പോൾ നമ്മൾ സിറിഞ്ചിലാണ് ഞാൻ പാലൊക്കെ കൊടുക്കും. അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാതെ ഇവിടെ 2 പേരുണ്ട് കേട്ടോ. കുഞ്ഞു പൂച്ച വന്ന ഇഷ്ടമേ അല്ല, നമ്മളതിനെ നോക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. കാരണം പാലൊക്കെ ഒത്തി കട്ടൊക്കെ കുടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അത് പറ്റുന്നില്ല. കാരണം ബാക്കി വരുന്ന കുറച്ച് പാലുള്ളത് അത് കുഞ്ഞിന് കൊടുക്കുന്നില്ല. വെയിൽ കാരണം ഞാൻ ഈ മാസ്ക് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം വെയിൽ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അലർജി ഉണ്ട്, ഡസ്റ്റ് അലർജി ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് അലർജി എനിക്കിട്ട് കൂടുതലാണ്. കാരണം നമ്മുടെ വീട്ടിൽ പണി നടക്കുന്നു, അതൊന്ന്. പിന്നെ ഞാൻ കാണിച്ചു തന്ന പൂച്ചക്കുട്ടിയില്ലേ, അതിനെ ഞാൻ എടുത്തു ഒക്കെ അതിനെത്തി പാലൊക്കെ കൊടുക്കാനായിട്ട് അതിനെ എടുത്തായിരുന്നു. അമ്മ പറഞ്ഞ് മാസ്ക് വെച്ചിട്ട് എടുത്താൽ മതി, പക്ഷേ ഞാൻ കേട്ടില്ല. അത് സീനായി. ഇതിലേക്കൂടി നടന്നു പോയ ചില ആൾക്കാരൊക്കെ എന്നെ ഒരുമാതിരി നോക്കുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒറ്റയ്ക്ക് ബ്ലോഗ് എടുത്ത് നടന്നു പോയിട്ടില്ല ഒരുമാതിരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വഴി നടന്നു പോവാം, ഇതാകുമ്പോൾ ആരും കാണത്തില്ലേ, ഈ സൈഡിൽ കൂടി പോവാം, അതാണ് നല്ലത്. എന്നാലും ആളുണ്ട്, എന്നാലും ഇല്ല, ഈ സൈഡിൽ ആൾ ഇല്ല. സോ ഇതാണ് നമുക്ക് ഇന്ന് ഇതിലേ നടക്കാം. പിന്നെ ഇന്ന് നമ്മുടെ OET കോച്ചിങ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ള. അതൊക്കെയാണ് എന്നൊരു കേക്ക് കട്ടിങ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അവിടെ ചെന്നിട്ട് നോക്കട്ടെ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു 2 മാസത്തെ കോഴ്സ്? നല്ലതായിരുന്നു. പിന്നെ എമ്മ ചേച്ചി പറയാ എങ്ങനെയുണ്ടായിരുന്നു? പെട്ടെന്ന് പോയാണൊക്കെ തോന്നിയ? നല്ല കോഴ്സായിരുന്നു. നമ്മുടെ ട്യൂട്ടേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവാണ്. ആദ്യം വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ട്യൂട്ടേഴ്സ് പറഞ്ഞു ആദ്യം കുറച്ച് നാളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണത്തുള്ളൂ, പിന്നെ ക്ലാസ് പോകുന്നത് നിങ്ങളെ അറിയത്തില്ല എന്ന് പറഞ്ഞു. കറക്റ്റ് തന്നെയാണ്. തുടങ്ങിയ ദിവസം പോലെയാണ് ഇന്നും ഇരിക്കുന്നത്. വളരെ നിങ്ങൾ സംസാരിക്കുന്നിട്ട് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ പരസ്യം കൊടുക്കൂല്ലേ, വളരെ നല്ല ക്ലാസ് ആണ്. കേക്ക് വന്നിട്ടുണ്ട്. മീനാക്ഷിയുടെ ഡെക്കറേഷൻ ആണ്. ഇതാണോ ഇതിന്റെ സ്മൈൽ? റെഡ് ലവ് ആയിരുന്നു. അതിപ്പോ അവരെ ഇല്ല. എഴുതാനുള്ളത് എഴുതാതെ സ്മൈലി ഹാർട്ട് മരിച്ചോണ്ട് ഒരു താങ്ക്സ് എങ്കിലും എഴുതായിരുന്നു. ഇത് സ്മൈലി ആണെന്ന് നമ്മൾ പറഞ്ഞറിയിക്കണം. മിഥുനെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നും പറയാം. അടുത്തല്ലേ സാറ് വരുമ്പോ അങ്ങനെ. മീനാക്ഷി പറയൂ 2 month കോഴ്സിന്റെ എക്സ്പീരിയൻസ്. പക്ഷെ അടിപൊളി കോഴ്സ്. നമ്മൾ 5 പേരെ ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. തുടങ്ങിയത് ഒരു 13 പേരിലായിരുന്നല്ലേ. ലാസ്റ്റ് 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ബോണ്ടാണ് നമ്മൾ തമ്മിൽ. നമ്മൾ 5 പേര് ഒരുമിച്ച് എഴുതി ഒരുമിച്ച് പാസ്സാവും. സാവണം. ഞങ്ങൾക്ക് 2 പേർക്ക് 2 കേക്കോ. സദ്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2:30 ആകുമ്പോഴേ വരണേന്ന്. ചോയ്സ് മാഡത്തിന്റെ ചോയ്സ്. ചോയ്സ് ഓപ്ഷൻ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് വേണമെങ്കിൽ റേസിസ്റ്റ് ചോയ്സ്. ഡിസൈൻ കണ്ട പറഞ്ഞു.
അത് വച്ച് ഞങ്ങൾ ഒരാളെ കുറിച്ച് നല്ല ക്യൂട്ട് ഡിസൈൻ. മറ്റേത് ഒരുമാതിരി ഒത്തിരി എഴുതുകയും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്, ഒരുപാട് എഴുത്തും ഒരാൾക്ക് ഡിസൈൻ. നല്ല സ്വീറ്റ്സ് ആണ്. മീനാക്ഷിയുടെ ആരോ താങ്കൾ തനിയെ വരച്ചു പിടിച്ചത്? അവള് പറഞ്ഞു കേൾപ്പിച്ച എല്ലാരും എഴുത്തല്ല. എനിക്കിത് ഇഷ്ടമല്ല. ബെസ്റ്റ് വിഷസ് അങ്ങനെ ശരിയാ, ഇതാണ് നല്ല അതിന്റെ ഇതുണ്ട് മാം, ഒരു മെസ്സേജ് ഉണ്ട്. സ്മൈലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം, സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്നേഹം. ലവ് ആൻഡ് ഹാപ്പിനെസ്. മിനിമലിസ്റ്റ്. ഇത്രയും വലിയൊരു സംഭവം ഞങ്ങൾ അറിഞ്ഞില്ല. മീനാക്ഷി നിനക്ക് എന്തെങ്കിലും ഞങ്ങളുടെ നന്ദിക്ക് എന്തെങ്കിലും ആണല്ലോ. നിങ്ങളുടെ ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും പേര് അവസാനം വരെ നിങ്ങൾ ഇത്രയും പേര് വന്നില്ലേ. അത് ഭയങ്കര അച്ചീവ്മെന്റ്. എന്റെ വലിയ ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ ബുദ്ധിപരമായ ഡിസൈഡിങ് നോക്കണം. ഇതിനകത്ത് തുറന്നു നോക്കും. വരൂ നോക്കൂ. മിനിമലിസ്റ്റിക്. ഇവരെന്താ പറയുന്നത്? ഇപ്പോ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവരൊരു മാസത്തോടെ പ്രിപ്പയർ ചെയ്യും, ഡേറ്റ് എടുക്കും, പരീക്ഷ എഴുതുന്നു, പാസ്സാകുന്നു, പോകുന്നു, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വരുന്നു എന്തെങ്കിലും ആയിട്ട്. അതെ അതെ, രക്ഷപ്പെടാൻ എന്റെ കല്യാണമൊക്കെ കുറെ നാള് കഴിയും. അപ്പോഴും നിങ്ങൾ ഇവിടെ UK അവിടെ പോയിട്ട് വരുന്ന കാര്യമാണ് കാണാൻ പറഞ്ഞത്. ആ, ഞാൻ അവിടെ പോയിട്ട് വരുന്ന കാര്യം വരുന്നത്. അപ്പോഴേക്കും സന്ദീപിന്റെ കല്യാണം ആവുള്ളൂ. അതിന് മുന്നേ അപ്പൊ വരുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അന്വേഷിച്ചു വരുന്നു, നെറ്റി കൊണ്ട് തട്ടുന്നു. കാരണം കൈ നിറയെ സാധനങ്ങൾ ഉണ്ടാവും. അതെ. പിന്നെ ഇവിടെ വരുമ്പോ ചിലപ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ ഇത് കൊടുത്തേക്കണെന്ന് പറഞ്ഞങ്ങ് പോവാതെ നമ്മളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, വിളിച്ചു വരുത്തുക. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇനി ആരെങ്കിലും വരാനുണ്ടോ? നമുക്ക് ഇല്ല, നമ്മൾ നിർബന്ധം വിളിക്കാം. ഏത് നിർബന്ധം അല്ല, ഇവരിത്ര വരെ അതെനിക്കറിയാലോ. നമുക്ക് നമ്മുടേതായ പ്ലാന് വേണം. പ്ലാൻ ഇല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന, ഓക്കെ ജർമ്മൻ കൊള്ളാം, ഇപ്പൊ ജർമ്മൻ പഠിച്ചു 2 മാസം കഴിയുമ്പോഴത്തേക്ക് IELTS കൊള്ളാന്ന് പറഞ്ഞാല് IELTS പഠിക്കും. അപ്പൊ നമുക്കൊരു പ്ലാൻ വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് ഇത് നല്ല ഏതായാലും അതിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്കത് പിന്നീട് ഞാനിപ്പോ പറഞ്ഞത് ഇവര് 5 പേര് അവസാനം വരെ വന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണെന്നുള്ളത്. അതെ, അവർക്ക് അതിനുള്ള നിശ്ചയദാർഢ്യം ഉള്ളതുകൊണ്ടാണല്ലോ അവർ അവസാനം വരെ വന്നത്. ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് വന്നത്. അത് വലിയൊരു കാര്യം, അവസാനം വരെ വന്നല്ലോ. എക്സാം തന്നെ പാസ്സാവണം എന്നുള്ളതാണ്. പക്ഷെ എക്സാം പാസ്സാവുന്നതൊക്കെ തന്നെ എൻ്റെ ഒരു ഇതിൽ അതും സെക്കൻഡറി ആണ്. പക്ഷെ ഇപ്പം നിങ്ങൾ OET പഠിക്കാൻ വന്ന് നിങ്ങൾക്ക് എക്സാം എഴുതിയില്ലയോ കിട്ടിയില്ലയോ നിങ്ങൾക്ക് OET എന്താണെന്ന് അറിയാം. ഇനിയിപ്പോൾ ആരെന്ത് OET ആയെന്ന് പറഞ്ഞ് പാസ്സായില്ലെന്ന് പറഞ്ഞാലും അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നും അവർ ചെയ്യണത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാതിരിക്കാം. നിങ്ങൾക്ക് പിന്നെ ഇനി OET എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനാണ് എഴുതാനാണെങ്കിലും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ആയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെന്റ് എന്തായാലും കാണും. അത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. മോക്ക് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇപ്പം റീഡിങ്ങിന്റെ കാര്യം തന്നെ പറയുമ്പം നിങ്ങൾ പലപ്പോഴും കണ്ടു പാർട്ട് C അങ്ങോട്ട് എല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ സെറ്റ് ആയിട്ടില്ല. പക്ഷെ അത് അറിയുക എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ്സിൽ വന്നതുകൊണ്ട് മനസ്സിലായ സാധനമാണ്. ക്ലാസ് മൊത്തം വന്ന് അറ്റൻഡ് ചെയ്ത് പേപ്പർ ചെയ്ത് അപ്പോഴും മാത്രമേ നിങ്ങൾക്ക് അത് അറിയാമെന്നുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഏരിയ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം, അത് സെറ്റാക്കണം.